ഇവൻ ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വരുന്ന സമയത്ത് അവിടെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവളെ പുറത്ത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുന്ന സമയത്ത് അവളെ കിട്ടുന്നില്ല. പെട്ടെന്ന് അവിടുത്തെ വാച്ച്മാൻ ആണെങ്കിൽ ആരോ അടിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇവൻ എന്തോ പന്തികേട് തോന്നി അവൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. ആ സമയത്ത് ആരോ ആ ബിൽഡിങ്ങിൽ തീ വച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ ഒരു ഫയറിൽ ട്രാപ്പായി പോവുകയും ചെയ്യുന്നുണ്ട്. ഇവൻ അവിടേക്ക് വന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവനും പരിക്കൊക്കെ പറ്റുന്നുണ്ട്. എങ്കിലും അവളെ അടുത്ത് ചെന്ന് അവളെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവളെ കയ്യിലൊരു ഫയലുണ്ടായിരുന്നു. ആ ഫയലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എൻ്റെ ജീവനല്ല, അതുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലുള്ള ടാങ്കിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവനും അവൾ പറയുന്നത് പോലെ തന്നെ ആ ഒരു ഫ്ലഷിൻ്റെ അകത്ത് ആ ഒരു ഫയൽ ഒളിപ്പിച്ച് വെക്കുകയാണ്. അതിനുശേഷം അവളെ രക്ഷിക്കാനായിട്ട് അവൻ തിരികെ വരുമ്പോഴത്തേക്കും അവിടെ ഫുള്ളും ഫയറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അതിനുള്ളിൽ ട്രാപ്പായി പോകുന്നുണ്ട്. ആ സമയത്ത് ഇവൻ്റെ ഗേൾ ഫ്രണ്ട് അവിടേക്ക് ഈ ന്യൂസ് അറിഞ്ഞിട്ട് വരികയാണ്. അവൻ ആ ബിൽഡിങ്ങിനുള്ളിൽ ട്രാപ്പായി പോയി എന്നറിഞ്ഞിട്ടാണ് അവൾ വരുന്നത്. അവൾ അവിടെ വച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അകത്ത് പോകാനായിട്ട്. അത് അവിടെ മൊത്തം തീയായത് കൊണ്ട് തന്നെ ആളുകളൊക്കെ തടയുന്നുണ്ട്. അങ്ങനെ ഫയർഫോഴ്സ് അവിടെ വന്ന് ഇവരെയൊക്കെ രണ്ട് പേരെയും പുറത്തെത്തിക്കുന്നുണ്ട്. ഇവനെ പുറത്തെത്തിക്കുന്നുണ്ടെങ്കിലും അവന് ബോധമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ആംബുലൻസിൽ. ഇവളും അവൻ്റെ കൂടെ പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം അവന് വേണ്ടിയിട്ട് കാവലിരിക്കുകയാണ്. രാത്രി ഫുള്ളും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അപ്പം കുറേശ്ശെയായിട്ട് അവന് ബോധം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1, 2, 3 ദിവസമൊക്കെ അവന് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുന്നുണ്ട്. ആ സമയത്തൊക്കെ അവളാണ് അവനെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവൻ ആ ഫയറിൽ പെട്ടുപോയെന്ന് അറിഞ്ഞ സമയത്ത് അവൾ വളരെയധികം പാനിക്കായിട്ടുണ്ടായിരുന്നു. ഇവൻ കണ്ണ് തുറക്കുന്നത് വരയ്ക്കും അവൾ വളരെയധികം ടെൻസായിട്ടാണ് ഇരുന്നത്. ഒടുവിൽ അവൻ കണ്ണ് തുറന്നപ്പോഴാണ് അവൾക്കൊന്ന് സമാധാനമാവുന്നതും അവൾ ഉടനെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട്. എന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അവൾ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവനെ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ അവൻ്റെ അസുഖമൊക്കെ മാറി കുറേശ്ശെയൊക്കെ ഓക്കെ ആയിട്ട് വരുമ്പോൾ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്യുകയാണ്. അതുവരെ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവളായിരുന്നു. അങ്ങനെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.